പക്ഷെ ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയില് ആശാവർക്കർമാരുടെ സമരം ഇന്ന് ഏതാണ്ട് 38 ദിവസമോ മറ്റോ ആയി. അതിൽ കൂടുതലായോ എന്ന് എനിക്കൊരു സംശയം. കറക്റ്റ് ദിവസത്തിന്റെ എണ്ണം ഒരു വേള തെറ്റിപ്പോവുകയാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നിപ്പോ അവര് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് പ്രകടനം നടത്തി. പിന്നെ അങ്കനവാടിയിലെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്ന അവിടുത്തെ ആൾക്കാരും, കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നവരും ഒക്കെ അവരും സമരം ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറയുന്ന സർക്കാർ, സ്ത്രീകളെ സംരക്ഷിക്കുമെന്ന് മുക്കിന് മുക്കിന് പറയുന്ന മുഖ്യമന്ത്രി, അവരുടെ തന്നെ പാർട്ടി പരിപാടികളിൽ കോറം തേക്കാൻ വന്നിരിക്കുന്ന പാവം ആശാ വർക്കർമാർ, ഇന്ന് രണ്ടുപേര് കനത്ത ചൂട് കാരണം ബോധം കെട്ട് വീണു. പക്ഷേ ഈ സമരം എന്താണ് ശരിക്കും മനസ്സിലാകുന്നില്ല. സർക്കാർ ബലം പിടിക്കുന്നു, സമരക്കാർ ബലം പിടിക്കുന്നു. SUCI എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവ് അതിൽ പങ്കാളിയാണ് എന്നുള്ളത് കൊണ്ടുള്ള, അതുകൊണ്ടാണോ CPM എന്ന് പറയുന്ന ഈ ഒരു വലിയ ഒരു ബഹുജന സംഘടന ഒരു വല്ലാത്ത അയിത്തം ഇതിനോട് കാണിക്കുന്നത്? മാഷ ഒന്ന് എല്ലാം കൂടെ ചേർത്തൊന്ന് സംസാരിക്കാമോ മാഷെ, ഒന്ന് ചുരുക്കി? അല്ല, ഒരു കാരണവശാലും ഈ സമരം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലേറെ 35 ദിവസമായി എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും ഒരു ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ല. ഈ ഒരു സമരം തുടരേണ്ടി വരുന്നത് പല കാരണങ്ങളാൽ. ഒന്ന്, ദുർബലന്റെ പക്ഷമാണല്ലോ ഇടതുപക്ഷം. സമൂഹത്തിലെ ഏറ്റവും ദുർബലന്മാരുടെ പക്ഷം എന്ന് വെച്ചാൽ സാധാരണ പാവങ്ങളുടെ പക്ഷം മാത്രമല്ല. സാമൂഹ്യമായ ലിംഗപരമായ ദൗർബല്യം പരിഗണിക്കുമ്പോ സ്ത്രീകളുടെ പക്ഷം. അപ്പൊ സ്ത്രീകള് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ വേതനത്തിന് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആശാ വർക്കർമാര്. അതിനേക്കാളും പ്രധാനം, നമ്മുടെ ജീവൻ പ്രധാനമായ ഒരു മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ രാവും പകലും പണിയെടുക്കുന്ന കൂട്ടരാണ്. ഇവരുടെ 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 ഗുണഭോക്താക്കൾ, ഇവരുടെ സേവനത്തിന്റെ ഗുണഭോക്താക്കൾ നമ്മുടെ നാട്ടിലെ അമ്മമാരും കുട്ടികളും ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബങ്ങളുമാണ്. മുഴുവൻ മനുഷ്യരുടെയും ജീവനും ആരോഗ്യവുമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളുടെ ഒരു പൊതു പേരായിട്ട് ആശ മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആശമാരുടെ സമരത്തെ, ആശാ വർക്കേഴ്സിന്റെ സമരത്തെ ഒരിക്കലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ച, അല്ലെങ്കിൽ ആ സമരത്തോട് സ്വീകരിച്ച സമീപനം ഒട്ടും ശരിയായില്ല എന്ന് തുടക്കത്തിലേ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, SUCI അതിനകത്ത് വന്നതുകൊണ്ടാണെന്ന് മാത്രം ഞാൻ കരുതുന്നില്ല. പ്രശ്നം, SUCI വന്നു എന്ന് പറയുന്നത് പോലും നാണക്കേടാണ് ഇവർക്ക്. കാരണം സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അല്ലാതെ മറ്റാരും സമരം ചെയ്യാൻ പാടില്ല എന്നൊരു ഹുങ്ക് നമ്മുടെ ട്രേഡ് യൂണിയൻ കൾച്ചർ ഇടക്കാലത്ത് കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാ മേഖലയിലും ഉണ്ട്. സാധാരണ രീതിയിൽ ഇപ്പൊ ഞാൻ അധ്യാപകനായിരുന്നല്ല, അധ്യാപക സംഘടനകളിൽ എപ്പോഴും ഇപ്പോ പ്രധാനപ്പെട്ട സംഘടനകൾ, പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻസി പണിയെടുക്കുന്ന സംഘടനകൾ, ഇപ്പൊ KSTയെ മാറ്റി നിർത്തിയാൽ പിന്നെ ഈ കോൺഗ്രസിന്, CPMന്റെ ഒരു സംഘടന, കോൺഗ്രസിന്റെ സംഘടന, അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗിന്റെ ഒരു സംഘടന, CPIയുടെ ഒരു സംഘടന, ഇങ്ങനെയാണ് ഓരോ സംഘടനക്കും കിട്ടുന്ന പ്രാതിനിധ്യം അങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും ഈ താരതമ്യേന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസ്ഥാനങ്ങളല്ലാത്ത ആരും സമരരംഗത്ത് വന്നുകൂടാ. എനിക്ക് തോന്നുന്നത് ഈ ആശാ തൊഴിലാളികളുടെ ഒരു ഒറ്റപ്പെടൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും ഏജന്റുമാരല്ല ഇവരെന്നതുകൊണ്ടാണ്. ആശാ തൊഴിലാളികളുടെ സമരം അവരോടൊന്നും അഫിലിയേറ്റഡ് അല്ല. CITU ആയിട്ട് അഫിലിയേറ്റഡ് അല്ല, AITUCയുമായിട്ട് അഫിലിയേറ്റഡ് അല്ല, INTUCയുമായിട്ട് അഫിലിയേറ്റഡ് അല്ല, STUവുമായിട്ട് അഫിലിയേറ്റഡ് അല്ല. ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്ന BMS ആണെങ്കിൽ പോലും, ഇപ്പൊ തൊഴിലാളി സംഘടനകളുടെ കൂട്ടത്തില് കേരളത്തിൽ അത്ര പ്രബലമായ ശക്തി അല്ലെങ്കിൽ പോലും സംഘപരിവാറുമായി ബന്ധമുള്ള BMSന്റെ ബാനറിലാണ് ഇവർ സമരം ചെയ്യുന്നതെങ്കിൽ പോലും ഇങ്ങനെ പെരുമാറില്ല. അപ്പൊ ഇത് സത്യത്തില് ഈ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു ഹുങ്ക് ഈ സമരത്തോടുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അഫിലിയേഷൻ ഉള്ളവരല്ല ഈ സമരം നടത്തുന്നത്, ഒന്ന്. രണ്ട്, ഇനി വല്ലവരോടും അഫിലിയേഷൻ ഉണ്ടെങ്കിൽ ഇതിന് നേതൃത്വം നൽകുന്നവർ, ഇതിനെ ആശീർവദിക്കാൻ പോകുന്നവര് ഒന്നും തന്നെ ഈ മുഖ്യധാരയിലോ അല്ലെങ്കിൽ പ്രബലന്മാരോ അല്ല, ശക്തന്മാരല്ല. അപ്പൊ എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാഷ്ട്രീയം അരാഷ്ട്രീയം തുടങ്ങിയതൊന്നും വെച്ചിട്ട് അതിന്റെ ഒരു കണക്കെടുക്കുമ്പോഴും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ ചെയ്യുന്ന സമരം എന്ന് പറഞ്ഞാൽ ദുർബലന്മാരുടെ സമരമാണ്. നിർഭാഗ്യവശാൽ ഈ ദുർബലമായ സമരം ദൈനംദിനം ശക്തിപ്പെടുകയാണ്. എന്തെല്ലാം തരത്തിലുള്ള ഭീഷണികൾ അവർക്ക് വന്നു. നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇപ്പോ CITU നേതാവ് എളമരം കരീം ഉൾപ്പെടെയുള്ളവർ എന്തുമാത്രം ഹീനമായിട്ടാണ് അവരെ ആക്ഷേപിച്ചത്. എളമരം കരീം മാത്രമല്ല, എളമരം കരീമിന്റെ അനുയായികളായിട്ടുള്ള പ്രാദേശിക ജില്ലാ തലത്തിലൊക്കെയുള്ള CITU നേതാക്കന്മാർ ആലപ്പുഴയിലെ ഒരു നേതാവ്, അവരെ കുറിച്ച് എന്തൊക്കെ
അതെ, ആലപ്പുഴയിലെ ഒരു നേതാവ്. ആലപ്പുഴയിലെ ഒരു നേതാവ് വളരെ അശ്ലീലം വളരെ അങ്ങേയറ്റം ആഭാസകരമായ പ്രസ്താവനകളാണ് ഇവരെ കുറിച്ച് പറയാം. ഒരു സ്ത്രീകളാണ്. നമ്മുടെ വീട്ടിൽ സ്ത്രീകളില്ലേ? നമ്മുടെ അമ്മമാരുണ്ട്, നമ്മുടെ ഭാര്യമാരുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ പെങ്ങന്മാരുണ്ട്. അവരൊക്കെ തന്നെയല്ലേ ഈ സമരം ചെയ്യുന്നത് പരിഗണന വേണ്ടേ? അവർക്ക് വെയിലത്ത് വെയിലത്ത് ഒരു 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 കൊട കൊടയെ കുറിച്ച് അവര് വെയിലത്ത് ഒരു കൊട ചൂടിയാൽ അവരെ ആ കൊട ചൂടിക്കൊണ്ട് ആശീർവദിക്കാൻ ഒരു ബി.ജെ.പി. നേതാവ് വന്നാൽ ഇപ്പൊ ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയേണ്ടത് അങ്ങനെയാണ്. കൊട മാത്രമല്ല ഉമ്മയും കൊടുത്തു. എന്തൊക്കെ എന്തൊക്കെ എന്താണ് ഇവര് വിചാരം? ആലോചിച്ച് നോക്കൂ. ജനകീയ പ്രശ്നങ്ങളെ എന്തുമാത്രം അശ്ലീലമാക്കി മാറ്റാം. സ്ത്രീ ആണെങ്കിൽ അവരെ കുറിച്ച് എങ്ങനെയും പ്രതികരിക്കാം. ഒരു പുരുഷന്മാർ നടത്തുന്ന ഈ നാട്ടിലെ പുരുഷന്മാരുടെ ഇപ്പൊ രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ഒരു പുരുഷ സംഘടന സമരം നടത്തിയാൽ ഇമാതിരി പ്രസ്താവനകൾ നടത്തുമോ? അപ്പൊ അതിന്റെ അർത്ഥം സ്ത്രീകളെ അപമാനിക്കേണ്ടത് എങ്ങനെയാണ്? അവരെ മനോവീര്യം കെടുത്തേണ്ടത് എങ്ങനെയാണ്? അവരെ സമരമുഖത്ത് നിന്ന് തിരിച്ചയക്കേണ്ടത് എങ്ങനെയാണ്? അവരുടെ അവകാശ സമരങ്ങളെ പരാജയപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? അതിനെക്കുറിച്ചുള്ള തീർത്തും അധാർമികമായ, തൊഴിലാളി വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ ഒരു സമീപനം കൂടി CPM-ന്റെയും CI2-ന്റെയും നേതാക്കന്മാർ പുലർത്തുന്നു കൂടിയാണ് ആശാസമരം തെളിയിച്ചത്. അതുകൊണ്ട് ആശാസമരം ഇവരെ അലോസരപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന സമരമായതുകൊണ്ടല്ല. എതിരാളികളാണെങ്കിൽ ഇത്ര അലോസരപ്പെടുത്തൂല. കാരണം അവർക്കറിയാം പക്ഷെ ഞാൻ ഇടയ്ക്കൊന്ന് എതിരാളികളാണെങ്കിലും ചോദിച്ചോട്ടെ, രാഷ്ട്രീയ ഞാൻ പാർട്ടികളാണല്ലോ. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, യെസ്. ഈ രാഷ്ട്രീയ എതിരാളികൾ അല്ല എന്ന് പറയാൻ പറ്റും. കാരണം ഇപ്പൊ കോൺഗ്രസ് ആ സമരത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോ പോരാളി ഷാജി പോലെയുള്ള സുധാകരൻ പറഞ്ഞു ഏത് പോരാളി ഷാജി എന്നാന്ന് ചോദിച്ചാൽ അവനെയൊക്കെ ആര് ഏൽപ്പിച്ചിരിക്കുന്നത്, ഇതൊക്കെ എന്താണ്, അവനൊക്കെ ആരെന്നാണ് സുധാകരൻ ചോദിച്ചത്. എന്നാലും പോട്ടെ, പാർട്ടിയുടെ കൊഴലൂത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന പോരാളി ഷാജിയിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ അല്പം മുമ്പ് കണ്ടതാണ്. ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരം ചെയ്യുന്ന അവരുടെ നേതാവ് ഇപ്പൊ മിനി ആണല്ലോ, അവരുടെ സെക്രട്ടറി SUCI നേതാവ് മിനിക്ക് കോൺഗ്രസ് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു രഹസ്യമായി എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് പോരാളി ഷാജിയിൽ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഏത് പോരാളി ഷാജി ആയാലും പോട്ടെ, അതിനൊന്നും പോരാളി ഷാജിയെ നമ്മൾ വിടുക, നമ്മൾ കുട്ടയെ കളഞ്ഞു. പക്ഷേ ഞാൻ മിനി പറയുന്നത് ഈ അങ്ങനെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സൈബർ പോരാളികളെ നമ്മൾ അങ്ങനെ മുഖവിലേക്ക് എടുക്കണ്ട. പക്ഷെ എന്തൊരു വൃത്തികേടാന്ന് ആലോചിച്ചു. തീർച്ചയായിട്ടും അവര് SUCI എങ്കിൽ SUCI ന്യായമായ കാര്യത്തിന് ആണ് സമരം ചെയ്യുന്നത് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടും ആ സമരത്തെ നേരായ വഴിക്ക് നയിക്കാൻ മിനി എന്ന നേതാവിന് പറ്റുന്നത് കൊണ്ടാണല്ലോ ഇത്രയും തൊഴിലാളികൾ അവരുടെ കൂടെ നിന്നത്. തീർച്ചയായിട്ടും അവരാരായാലും എന്ത്, ഏത് പാർട്ടിക്കാരായാലും എന്ത്, ഇനി ഒരു രാഷ്ട്രീയം ഇല്ലെങ്കിൽ എന്ത്? എനിക്ക് തോന്നുന്നു SUCI എന്ന പേര് പലപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ. SUCI എന്ന പേര് കേട്ടിട്ടില്ലാത്ത, സത്യത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആശാ വർക്കർമാരിൽ എത്ര ശതമാനം പേര് SUCI എത്ര എന്ന പേർക്ക് പേര് അറിയാം? കേട്ടിട്ടുണ്ട്? ഇനി കേട്ടു എന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും അറിയാം SUCI. പക്ഷെ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ എന്നാണ് SUCIയുടെ ഫുൾ ഫോം. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് SUCI എന്ന പേര് കേട്ടിട്ടില്ലാത്തവരാണ് ആശാ വർക്കർമാരിൽ മഹാഭൂരിപക്ഷവും. ഇനി തീർച്ചയായിട്ടും അറിയാമെങ്കിൽ തന്നെ SUCIയുടെ ഫുൾ ഫോം അറിയാത്തവരാണ്. അങ്ങനെ അറിയാത്തൊരു ജനതയോട് ഇങ്ങനെ ഒരു ഭീകരജീവിയുണ്ട്, അവരാണ് ഇത്ര ഭീകരമായ ഒരു സമരം, വമ്പിച്ച ഒരു സമരം നടത്തിയിട്ട് കേരളത്തിന്റെ തലസ്ഥാന നഗരിയെ ഞെട്ടിക്കുന്നത്, വിറപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവരാരെയാണ് കൊച്ചാക്കുന്നത് യഥാർത്ഥത്തിൽ? സത്യത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. SUCI ആരാവട്ടെ, തീർച്ചയായിട്ടും അവർക്ക് ഇടതുപക്ഷ സ്വഭാവമുണ്ട്. SUCI നമ്മുടെ തെരുവുകളിലൊക്കെ നിന്നിട്ട് വളരെ വളരെ സാഹസികമായ ഒന്നോ രണ്ടോ പേരുണ്ടാവും. അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത കേരളത്തിലാകെ വലിയ തോതിലുള്ള സമർപ്പണമുള്ള ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും റാഡിക്കൽ ലെഫ്റ്റ് ആണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ അവര് ഈ സമരത്തിൽ പങ്കെടുത്താൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? അവരുടെ തൊഴിലാളി യൂണിയൊന്നും അല്ലല്ലോ ഇത്. ഇനി ആണെങ്കിൽ എന്ത്? ആര് വന്ന് കൂടട്ടെ ഈ സമരത്തിൽ? ഈ സമരം ന്യായമാണോ അല്ലയോ? ആർക്കെതിരായിട്ടാണ് സമരം? അല്ല മാഷെ, പണിയെടുക്കുന്ന മനുഷ്യർക്ക് ഇത്രയും ഒരു വലിയ വർഗ ബഹുജന സംഘടന, ഇത്രയും വലിയൊരു പാർട്ടി, 6 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു വലിയ പാർട്ടി ആവട്ടെ, അവരെന്തിനിങ്ങനെ ഇത്ര കണ്ട് ഇങ്ങനെ ഒരു 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 വല്ലാത്ത ഈർഷ്യത പ്രകടിപ്പിക്കുന്നു? ഈ സമരം തീർക്കാത്തതിന് മെയിൻ കാരണം ഇതെന്നൊക്കെയാ പറയുന്നത്. എന്താ എന്താ മാഷെ, നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യമില്ല. ഇതിന്റെ ഒരു വലിയ ഭയപ്പാട് ഇവർക്ക് വരുന്നുണ്ട്. ഈ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന്റെ പിടിയിലുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഈ അപകടം നേരിടുന്നുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അധ്യാപക പ്രസ്ഥാനത്തിൽ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. KSTയിൽ മാത്രമല്ല, KSRTC യൂണിയനുകളിൽ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എത്ര കാലം ഈ ഭരണകൂടത്തെ താങ്ങി നിർത്തിയിട്ട് തൊഴിലാളിയുടെ താല്പര്യങ്ങൾ നിങ്ങൾ വിസ്മരിക്കുമെന്ന് എല്ലാ ട്രേഡ് യൂണിയനുകൾക്കകത്തും ഒച്ചപ്പാട് മുഴങ്ങുന്നുണ്ട്. ആ സമയത്താണ് മനുഷ്യൻ പേരുപോലും കേട്ടിട്ടില്ലാത്ത SUCI ആണ് ഈ സംഘടന എന്ന് പറഞ്ഞു വരുത്തുകയാണ്. സത്യത്തിൽ SUCI ആരാണ്? ഇനിയിപ്പോ അവരെ വേണമെങ്കിൽ അവർ നക്സലൈറ്റുകളാണ്, മാവോയിസ്റ്റുകളാണ് എന്നൊക്കെ പറയുന്നുണ്ടാവും. എങ്ങനെ പറഞ്ഞാലും അവരൊന്നും അല്ല ഇത്.
ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ തീർച്ചയായിട്ടും അവരുടെ തന്നെ തയ്യാറാകാതിരിക്കുമ്പോഴാണ് പാർട്ടി CPM-ന്റെ പാർട്ടി അംഗങ്ങൾ തന്നെയാണ് ഈ സമരത്തിന് ഇരിക്കുന്നത്. ഈ ആശാ വർക്കർമാരെ തീർച്ചയായിട്ടും ആ അതാണ് ആ ആശാ ഞാൻ വർക്കർമാരെ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കറക്റ്റ് ആണ്. ആ ഉം, പറഞ്ഞതാണ് ഈ സമരത്തിൽ CPM-നെ വിരളി പിടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും CPM-ന്റെ വോട്ടർമാരായി നാട്ടുംപുറങ്ങളിൽ ഇവർക്ക് വോട്ട് പിടിക്കാൻ നടന്നിരുന്ന സാധാരണ സ്ത്രീകളാണ് ആശാ തൊഴിലാളികൾ. ആ ആശാ തൊഴിലാളികൾ CPM-ന്റെ തിട്ടൂരത്തിന് വഴങ്ങാതെ CPM ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് അതിരൂക്ഷമായ ഒരു സമരം നയിക്കുന്നു. ആ സമരം 1 മാസത്തിലേറെ പിന്നിട്ടിരിക്കുന്നു. ആ സമരം ലോകശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. ആ സമരത്തിൽ വമ്പിച്ച ജനപിന്തുണ. ഓരോ ദിവസം എന്തെല്ലാം തരം ഭീഷണി കേസുകൾ, കള്ളക്കേസുകൾ, ഭീഷണി, ജോലിയിൽ നിന്ന് പിരിച്ചുവിടല്, ജപ്തി വരെയുണ്ട്, ജപ്തി വരെയുണ്ട്. ജപ്തി ആ, നടപടികള്. ഇപ്പൊ ഇതാ ഒരു വെയിലത്ത് തളർന്നു വീഴുന്നു മനുഷ്യര്. വലിയ ത്യാഗപൂർണമായ ഒരു സമരം അവർ നയിക്കുന്നു, വിജയിക്കുന്നു എന്ന് കേട്ടാൽ സംഘടിത, ഞാൻ പറയുന്നു, ഒന്ന് ഇത് CITU ഉൾപ്പെടെയുള്ള ഭരണകക്ഷി തൊഴിലാളി യൂണിയൻ അല്ല. 2, ഇനി പ്രതിപക്ഷത്താണെങ്കിൽ പോലും സംഘടിതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ള പ്രസ്ഥാനങ്ങളല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളികളെ വഞ്ചിക്കുന്നുവെന്ന് തിരിച്ചറിയുന്ന ഒരു കൂട്ടം എന്നല്ല, മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾ രാഷ്ട്രീയ പാർട്ടികളുടെ ബാനർ ഇല്ലാതെ, ബാനർ വലിച്ചെറിഞ്ഞ് അവർ തൊഴിലാളികൾ മാത്രമായി സംഘടിക്കാൻ തുടങ്ങുന്നു. അപ്പൊ അതിന്റെ നേതൃത്വത്തിൽ വന്നു പെട്ടത് ഒരു മിനി ആണെങ്കിൽ അവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ, ഏതെങ്കിലും തുക്കടാ പാർട്ടികളോട് അഫിലിയേഷൻ ഉണ്ടെങ്കിൽ അതൊന്നും പരിഗണിക്കുകയില്ല കേരളം. ആശാ തൊഴിലാളികളുടെ സമരം ന്യായമാകുന്ന കാലത്തോളം ആ സമരം വിജയിക്കുക തന്നെ ചെയ്യും. അവരെ അടിച്ചമർത്താനും അവരെ അവഹേളിക്കാനും ആക്ഷേപിക്കാനും ഉള്ള തീരുമാനമുണ്ടല്ലോ, ഈ നീക്കമുണ്ടല്ലോ, ഇത് CPM-ന് തീർച്ചയായിട്ടും അമ്മമാരോട് കളിച്ചാൽ എങ്ങനെയാണ് അമ്മമാരുടെ മക്കൾ മുന്നോട്ട് പോവുക എന്ന ചോദ്യം പോലെ തന്നെയാണ് ആശാ തൊഴിലാളികളെ ആക്ഷേപിക്കുന്ന CPM വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശരി മാഷേ, നമസ്കാരം. ഓക്കെ.